ചെങ്ങായിമാർ ഇപ്രാവശ്യമുള്ള കേരളം UDF അങ്ങ് തൂക്കി എന്ന് പറഞ്ഞാടല്ല ഒരൊന്നൊന്നര തൂക്കലും തൂക്കി. ഈ തൂക്കലിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ പറയും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും സാധാരണ പ്രവർത്തകരല്ലേ കഴിഞ്ഞ 10 വർഷമായി പാർട്ടിക്ക് വേണ്ടി ഒന്നും കിട്ടാതെ പാർട്ടിക്ക് വേണ്ടി മാത്രം പൊരുതുന്ന സാധാരണ പ്രവർത്തകർ. ആ പ്രവർത്തകരാണ് ഈ വിജയത്തിന്റെ പിന്നിൽ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത്. ആ ക്രെഡിറ്റിന്റെ കൂടെ വേറെ ആർക്കെങ്കിലും ഒരു ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ അത് VD സതീശനല്ലാതെ വേറെ ആർക്കും ആ ക്രെഡിറ്റ് കൊടുക്കാനില്ല. കാരണം തന്റെ സാധാരണ പ്രവർത്തകരെ മുന്നിൽ നിന്ന് നയിച്ചത്, അവർക്ക് ആത്മവിശ്വാസം കൊടുത്തത് VD സതീശൻ എന്ന ഒരൊറ്റ നേതാവാണ്. ചങ്കൂറ്റമുള്ള ഒരൊറ്റ നേതാവ്. അതായത് അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ പ്രവർത്തകർക്ക് ആകെ പറയാനുള്ള ഒരൊറ്റ പേര് VD സതീശന്റെ മാത്രമേ ഉള്ളൂ. അല്ലാതെ വിജയിക്കുമ്പോൾ ചിളിച്ചുകൊണ്ട് വരുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. അവരൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി യാതൊരു അവകാശവും ഇല്ല. അതായത് മൂപ്പർക്ക് ഞാനുണ്ടല്ലോ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് 100 സീറ്റിൽ കുറഞ്ഞു പോയാൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന ധൈര്യത്തോടെ അന്തസ്സോടെ വിളിച്ചു പറഞ്ഞ ഒരു നേതാവാണ് VD സതീശൻ. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം കേരളത്തിൽ ഇരുന്ന് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന് തന്റെ സാധാരണ പാർട്ടി പ്രവർത്തകരോടും കേരളത്തിലെ ജനങ്ങളോടും എത്രമാത്രം വിശ്വാസം ഉണ്ടാകും. ആ വിശ്വാസത്തിന് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തനം കൊടുത്ത ഏറ്റവും നല്ല ഉപഹാരമാണ് ഈ 100 മുകളിൽ സീറ്റ് നേടിയുള്ള കോൺഗ്രസിന്റെ ഈ വിജയം. അതുകൊണ്ട് കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് അടിച്ചിട്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വരുന്ന ചില നേതാക്കന്മാരുണ്ടല്ല, അവരെ നിങ്ങളുണ്ടല്ല കണ്ട വഴി ഓടിക്കണം. അതായത് ഈ ഇലക്ഷൻ എന്തെങ്കിലും റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് VD സതീശൻ മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ആകെ യോഗ്യത ഉള്ളത് VD സതീശന് മാത്രമേ ഉള്ളൂ. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകരില്ലേ അവർക്കൊക്കെ 90% ആൾക്കാർക്കും അത് തന്നെയായിരിക്കും അഭിപ്രായം. ഇനി പരാജയപ്പെട്ട CPM-മാരുടെ എനിക്ക് പറയാനുള്ളത്, ഈ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അധികാലേക്കൊന്നും വേണ്ട. നിങ്ങളെ നേതാക്കന്മാരുടെ പിണറായി വിജയന്റെയും ഗോവിന്ദമാഷിന്റെ ഒക്കെ ധാർഷ്ട്യമാണ് ഈ പരാജയത്തിന് കാരണം. ആ ധാർഷ്ട്യം കാരണം പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ വോട്ട് ചെയ്തത് ആരാണെന്നറിയോ? അത് കോൺഗ്രസുകാരോ നിഷ്പക്ഷരായ ജനങ്ങളോ ഒന്നുമില്ല. സാധാരണ സഹാക്കന്മാരാണ് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ വോട്ട് ചെയ്ത് പാർട്ടി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത്. കാരണം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ല, യഥാർത്ഥ സഹാക്കന്മാർ നിങ്ങളുടെ നേതാക്കന്മാരുടെ ഭരണത്തിൽ വളരെ വെറുപ്പിലാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തളിപ്പറമ്പിലെ ഗോവിന്ദമാഷിന്റെ പാർട്ടി സെക്രട്ടറി ഭാര്യയുടെ ദയനീയ നാണംകെട്ട തോൽവി. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തന്നെ സാധാരണ പ്രവർത്തകർ ആദ്യമേ പാർട്ടിയോട് പറഞ്ഞിരുന്നു, ഈ പരിപാടിക്ക് നിൽക്കേണ്ട വേറെ സ്ഥാനാർത്ഥിനെ ഒരുപാട് നല്ല സ്ഥാനാർത്ഥിമാരുണ്ട്, അവരെ ആക്കണമെന്ന്. പക്ഷേ ഗോവിന്ദമാഷിന്റെ ധാർഷ്ട്യം ഇങ്ങനെ ആര് നിന്നാലും പാർട്ടിക്കാർ വിജയിപ്പിക്കും എന്നുള്ള അയാളുടെ ധാർഷ്ട്യമുണ്ടല്ലോ, ആ ധാർഷ്ട്യത്തിന് കിട്ടിയ ഏറ്റവും വലിയ അടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഈ ദയനീയ പരാജയം. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ അങ്ങനെ ഒരു വിമർശനം വന്നെങ്കിൽ തന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനല്ലാന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ എല്ലാവർക്കും മനസ്സിലായി. അതിന്റെ ഫലമായിട്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, തളിപ്പറമ്പുള്ള യഥാർത്ഥ സഹാക്കന്മാർ വോട്ട് മറിച്ചുകുത്തി അവിടെ ഗോവിന്ദമാഷിന്റെ ഭാര്യ ദയനീയമായി 8 നിലയിൽ പൊട്ടി. ഇനി അടുത്തത് പയ്യന്നൂരിൽ മധുസൂദന സഖാവിന്റെ പരാജയമില്ല, അതാണ് പാർട്ടിക്കാർ കൊടുത്ത അടുത്ത പരാജയം. അതായത് ധനരാജ സഖാവിന്റെ പേരുള്ള രക്തസാക്ഷി ഫണ്ടില്ലേ, അത് മുഖ്യതിന് പാർട്ടി കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടിയാണ് പയ്യന്നൂരിലെ പരാജയം. അതായത് അവിടുത്തെ നേതാക്കന്മാർ ഈ കാര്യം വിളിച്ചു പറഞ്ഞ കുഞ്ഞിക്കൃഷ്ണ സഖാവിനുണ്ടല്ല, അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് അദ്ദേഹത്തെ കള്ളനാക്കാൻ നോക്കി. പക്ഷേ പയ്യന്നൂരിലെ യഥാർത്ഥ സഹാക്കന്മാരുണ്ടല്ല, ആരാണ് കളനെന്ന് കേരളത്തിനും പാർട്ടിക്കും കാണിച്ചു കൊടുത്തു. ഇനി അതുമാത്രമല്ല, 50,000 വോട്ടിന് മുകളിൽ ലീഡ് ഉണ്ടായിരുന്ന പിണറായി വിജയനുള്ള 15,000 വോട്ടിനുള്ളിൽ 15,000 താഴെ വോട്ടിന് മാത്രമാണ് പിണറായി വിജയിച്ചത്. അതും 7 മണ്ഡലങ്ങൾ വോട്ടെണ്ണുമുണ്ടല്ല, പിണറായി വിജയൻ പിന്നിലായിരുന്നു. ഇതൊക്കെയുള്ള സഖാക്കന്മാർ വോട്ട് മറിച്ചത് കൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരുണ്ടല്ല ഒന്ന് മനസ്സിലാക്കണം. പിന്നെ നിങ്ങളുണ്ടല്ല ശൈലജ ടീച്ചറെ എങ്ങനെയെങ്കിലും ഒതുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ല മട്ടന്നൂരിൽ 60,000 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്ന മട്ടന്നൂരിൽ നിന്ന് നേരെ കൊണ്ടുപോയിട്ടുണ്ടല്ല പേരാവൂർ കൊണ്ടിട്ട് ആ പാവത്തിനെ അവിടെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് ടീച്ചർക്ക് 60,000 മുകളിൽ ലീഡ് ഉണ്ടായിരുന്ന മട്ടന്നൂരുണ്ടല്ല, നിങ്ങൾ KK രാകേഷിന്റെയും നമ്മൾ ഗോവിന്ദമാഷിയുടെ ഒക്കെ വെട്ടി താങ്ങി നടക്കുന്ന സനോജിനെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അവിടെ ഉണ്ടല്ല വെറും 15,000 മാത്രമാക്കി ആ വിജയം. അതായത് 60,000 ലീഡ് ഉണ്ടായിരുന്ന 15,000 ആയി കൊടുത്ത് നമ്മളെ VK സനോജ്. അതാണ് അവിടെ പാർട്ടിക്കാർ കൊടുത്ത അടുത്തടി. അതുകൊണ്ട് ഇനിയുണ്ടല്ലോ പാർട്ടിയുടെ പരാജയം പഠിക്കാൻ പോകുന്ന നേതാക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, പാർട്ടിയുടെ പരാജയം പഠിക്കാൻ വേണ്ടി അധികമൊന്നും നിങ്ങൾ മെനക്കെടണ്ട. സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് നിങ്ങളെ ഈ പാഠം പഠിപ്പിച്ചത്. അതായത് പാർട്ടിയെ മനസ്സിലാക്കാത്ത സാധാരണ പാർട്ടിക്കാരെ മനസ്സിലാക്കാത്ത പാർട്ടിയിലെ നേതാക്കന്മാർക്ക് സാധാരണ പാർട്ടിക്കാരൻ, താഴെ തട്ടിലുള്ള സാധാരണ പാർട്ടിക്കാരൻ കൊടുത്ത ഏറ്റവും വലിയ അടിയാണ് ഈ പരാജയം, ഈ ദയനീയ പരാജയം CPM-നേറ്റത്. അതുകൊണ്ട് താഴേക്കിടയിലുള്ള സാധാരണ പ്രവർത്തകരെന്ന ഈ തിരിച്ചടി മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും CPM-ന്റെ നേതാക്കന്മാർ
തിരുത്തി കഴിഞ്ഞാൽ CPM നല്ലത്, കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലത്. കാരണം CPM തകരമുണ്ടല്ല, ഇവിടെ വളർന്നത് വർഗീയ പാർട്ടിയായ BJP ആണെന്ന് എനിക്ക് ബോധമുണ്ട്. അതുകൊണ്ട് ഇവിടെ CPM വളരേണ്ടത്, CPM നിലനിൽക്കേണ്ടത് എന്നെപ്പോലുള്ള എല്ലാ നല്ലവരായ മനുഷ്യരുടെയും ഏറ്റവും വലിയ ആവശ്യമാണ്. ഇവിടെ വർഗീയ പാർട്ടിയായ BJP വളർന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 3 സീറ്റിൽ അവർ വിജയിച്ചത്. വളരെ വേദനാജനകമായ കാര്യമാണ് 3 സീറ്റിൽ അവർ വിജയിച്ചത്. അവരൊരു 10 സീറ്റിലെങ്കിലും വിജയിക്കുമെന്ന് BJP-ക്കാർ കരുതിയിരുന്നു. കാരണം അതിനു മാത്രം പൈസയുള്ള കോടിക്കണക്കിന് രൂപയാണ് അവർ വിജയത്തിന് വേണ്ടി ഇവിടെ ഒഴുക്കിക്കളഞ്ഞത്. പക്ഷെ നല്ലവരായ കേരളത്തിലെ ജനങ്ങളുണ്ടല്ല, പാലക്കാടായാലും ശരി, മഞ്ചേശ്വരത്തായാലും ശരി, കാസർഗോഡായാലും ശരി, അവരുടെ വർഗീയത ഉണ്ടല്ല, അവരുടെ വർഗീയതയെ ശക്തമായി പരാജയപ്പെടുത്തി. അതായത് 3 സ്ഥലത്ത് താമര വിരിഞ്ഞെങ്കിലും മറ്റുള്ള സ്ഥലത്തുണ്ടല്ല ആ താമരയെ തൂത്തെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുണ്ടല്ല കേരളത്തിലെ രസിച്ചു. അതുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ കോൺഗ്രസ്സുകാരോടാണ്. നിങ്ങൾ ഈ വിജയം ഉണ്ടല്ല എന്തുകൊണ്ടാണ് കിട്ടിയതെന്ന് ഒന്ന് മനസ്സിലാക്കുക. അതായത് ഇതുവരെ വരെ CPM-ന്റെ നേതാക്കന്മാരുടെ ധാർഷ്ട്യമില്ലേ, ആ ധാർഷ്ട്യത്തിന് ജനങ്ങളും പാർട്ടിക്കാരും കൊടുത്ത ഏറ്റവും വലിയ അടിയാണിത്. അത് മനസ്സിലാക്കിയിട്ട് ഒരു ധാർഷ്ട്യമില്ലാതെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങളായി നിങ്ങൾ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കേണ്ടത് VD സതീശനാണ്. VD സതീശൻ അല്ലാതെ വേറെ ആരുമല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആണെന്നായിരിക്കും കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരായ 90% ആൾക്കാരുടെയും ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ കേരളത്തിലെ ജനങ്ങളോട് ഒരു നന്ദി കൂടി പറഞ്ഞോട്ടെ. കേരളത്തിലെ മെയിനായിട്ട് പൂഞ്ഞാറിലെയും പാലായിലെയും ജനങ്ങളോട് അവിടെയുള്ള 2 എണ്ണത്തിന്, അതായത് തന്തയും മോനെയും പരാജയപ്പെടുന്നതിന് ഒരുപാട് നന്ദി. വേറെ ആരുമല്ല, പൂഞ്ഞാറിലെ കക്കൂസുകളായ PC ജോർജിനെയും ഷോൺ ജോർജിനെയും ദയനീയമായി പരാജയപ്പെടുന്നതിന് അവിടുത്തെ വോട്ടർമാർക്ക് എന്റെ ഏറ്റവും വലിയ അഭിവാദ്യങ്ങൾ. അതുകൊണ്ട് ഒന്നേ പറയുള്ളൂ, തോറ്റ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ തെറ്റുതിരുത്തുക, വിജയിച്ച കോൺഗ്രസുകാരെ നിങ്ങൾ കൂടുതൽ വിനയാന്വിതരാകുക. അപ്പൊ വിജയിച്ച കോൺഗ്രസിനും കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർക്കും അതിന്റെ മുന്നിൽ നിന്ന് കോൺഗ്രസിനെ നയിച്ച VD സതീശനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.